പുതിയ തലമുറ കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം അതിൻ്റെ സാഹചര്യങ്ങളെ പറ്റി. നമ്മുടെ സമൂഹം കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുതിയ തലമുറയെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പുതിയ കലാലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു ഗതികേടിലൂടെയാണ് നമ്മുടെ പൊതുസമൂഹം കടന്നു പോകുന്നത്. നമുക്കറിയാം അതിന്റെ ഏറ്റവും പ്രധാന കാരണം ലഹരിയും ലഹരിയുടെ ഉപയോഗവും കാരണം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ. നമുക്കറിയാം, കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2500-ലധികം കേസുകളാണ് ഈ കൊച്ചു കേരളത്തിൽ ലഹരിയുടെ പേരിൽ നടന്ന കുറ്റകൃത്യങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറ്റവും ബഹുമാനനായ കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ മഹേഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സഹോദരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചോ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഏറ്റവും മികച്ച വിജയം നേടുക എല്ലാവരെയും അഭിവാദ്യം അർപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇയാളുടെ പ്രസംഗം എപ്പോൾ തീരുമാനമുള്ളതായിരിക്കും. ഇനി അയാളെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അടുത്താടെ പ്രസംഗം, പിന്നെ അതിൻ്റെ അടുത്താടെ പ്രസംഗം, അങ്ങനെ ഞങ്ങളെ വല്ലാതെ വശം വരുത്തിയ അവസാനം വൈകുന്നേരം ആകുമ്പോൾ മഴയും പെയ്യും, പിന്നെ അന്നേരം അരികെയും മൊമെൻ്റ് തരും. പേടിക്കേണ്ട, ഞാൻ അങ്ങനെ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള ഒരു കടുകട്ടി രാഷ്ട്രീയം പറയാനുള്ള വേദിയായി നമ്മളിതിനെ ഉപയോഗിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാസ്റ്റർ നിങ്ങൾക്കൊരു സന്തോഷകരമായ, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. ഏറ്റവും പ്രിയങ്കരനായ MLA അദ്ദേഹം ആ നാട്ടിൽ പ്രവർത്തിച്ച ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി. തോൽവി ഒരു വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് നമ്മെ കാണിച്ച് ഞാൻ അദ്ദേഹം സംസാരിക്കുന്നത് വിചാരിക്കുകയായിരുന്നു. ഇനി ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ശരിക്കും ആവശ്യമുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ വിളിച്ചിട്ടുണ്ട്, പ്രൊഫസർ വിളിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട കൊച്ചുമലമ്പി സാറ്, അതുപോലെ പ്രിയപ്പെട്ട റോഹൻ ചാന്, പ്രിയപ്പെട്ട നിതിൻ, പ്രിയപ്പെട്ട അജു, ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. എനിക്ക് അത്യാവശ്യം എല്ലാവരെയും പരിചയമുണ്ട്. നിങ്ങൾ ചിരിക്കുന്ന മുഖവുമായി നിങ്ങളെ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. മക്കളെ, ഇന്ന് ലഹരിയുടെ പിന്നാമ്പുറത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം. ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും പുറത്ത് ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത സങ്കടമുണ്ട്. അത് നിങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ്. വളർത്തി വലുതാക്കി ജീവിതത്തിൽ നിങ്ങളുടെ നാളെയുടെ നല്ല നാളുകൾ സ്വപ്നം കണ്ട് ഏതോ ഒരു കരാളഹസ്തത്തിൽ അസ്തമിച്ചു പോകുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സൂംബ ഡാൻസിനെ കുറിച്ച്. സൂംബയെ കുറിച്ചുള്ള എക്സസൈസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു, മാധ്യമങ്ങൾ ഏറെ പറയുന്നു. എന്താണ് ആ കാര്യത്തിന്റെ വസ്തുതകൾ എന്നറിയില്ല. മിനിഞ്ഞാന്ന് രാവിലെ ഹരിപ്പാട്ടിൽ 14 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഞാൻ ആ ഭവനം സന്ദർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നറിയാൻ വേണ്ടിയാണ് ആ വീട് സന്ദർശിച്ചത്. അവർക്ക് അച്ഛനും അമ്മയ്ക്കും പറയാനായിട്ട് കാര്യമുണ്ട്. മക്കളെ, നിങ്ങളുടെ ജീവിതം സൂപ്പറാണ്, നിങ്ങൾ നശിപ്പിക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ വരദാനമാണ് നിങ്ങളുടെ ലൈഫ്. ഒരുപക്ഷെ നിങ്ങൾ പലതിലേക്കും പിന്തള്ളപ്പെട്ടു പോയേക്കാം.
നമ്മുടെ പെൺകുട്ടിക്ക് റാങ്ക് കിട്ടി, നമ്മളിവിടെ ആ പെൺകുട്ടിയെ ആദരിച്ചു. നിങ്ങൾക്ക് റാങ്ക് കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്ക് 210 മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് വരും. നിങ്ങൾക്ക് സർവശക്തനായ ദൈവം തന്ന ഒരു ശക്തിയും സാന്നിധ്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ആ ഒരു നിലയിലേക്ക് നിങ്ങൾ മാറാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ജീവിതത്തിനകത്ത് പരാജയങ്ങൾ ദൈനംദിനമായി ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ അമ്മയെ അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകൻ മരമണ്ടനാണ്, അവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അമ്മയോട് ആവശ്യപ്പെട്ടു. അമ്മ മകനുമായി വരുമ്പോൾ ഹൃദയത്തിനകത്തൊരു കത്തി കാണിച്ച അമ്മയുടെ അകത്തുണ്ട്. അമ്മയോട് മകൻ ചോദിച്ചു, എന്തിനാണ് പ്രധാനപ്പെട്ട അധ്യാപകൻ എന്നെ വിളിച്ചത്? അമ്മ പറഞ്ഞ ഒറ്റ മറുപടി ഉള്ളൂ, നീ മിടുക്കനാണ്, അതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുകയില്ല, ഞാൻ നിന്നെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യനാണ് പിന്നീട് ലോകം വേണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിട്ട് മാറിയത്. ഞാനൊരു മനുഷ്യനെ കുറിച്ച്, കേരളത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ മനസ്സൊന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആകാശവാണിയിൽ ഒരിക്കൽ ഇന്റർവ്യൂ നടക്കുകയാണ്. ഒത്തിരി ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ആ കൂട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് 50 രൂപ കടം വാങ്ങി ഒരു മനുഷ്യൻ ഇന്റർവ്യൂവിൽ കടന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ ബോർഡ് അദ്ദേഹത്തിന്റെ ശബ്ദം പരിശോധിച്ചിട്ട് പറഞ്ഞു, പരിപരിക്കുന്ന ശബ്ദമായതുകൊണ്ട് നിങ്ങളെ കൊള്ളുകയില്ല, അനൗൺസ്മെന്റ് നിങ്ങളുടെ ശബ്ദം കൊള്ളുകയില്ല, പാടാൻ നിങ്ങളുടെ ശബ്ദം കൊള്ളുകയില്ല. ആ മനുഷ്യൻ നിരാശയോടെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ ആരെന്നറിയണ്ടേ? അടുത്ത വർഷം ആകാശവാണിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പാട്ടുകാരനെ അറിയപ്പെടുത്ത ഡോക്ടർ യേശുദാസിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളെ ആരും കൊള്ളില്ലെന്ന് പറഞ്ഞു, അവിടെ പൊരുതി ജയിക്കാൻ നിങ്ങളുടെ അകത്ത് ഒരാവേശമുണ്ട്. അത് സർവശക്തനായ ദൈവം തരുന്ന ഒരാവേശമുണ്ട്. മക്കളെ, ഇവിടെ ആളുകൾ കോര പ്രസംഗിക്കും, ലഹരി ഉപയോഗിക്കരുത്, മദ്യപിക്കരുത്, നിങ്ങൾ കഞ്ചാവിനും കാശിഷിനും ബ്രൗൺ ഷുഗറിനും ഒന്നും അടിമകളാകരുത് എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് ബാറിലേക്ക് ചെന്ന് മദ്യപിക്കും. ഇന്ന് വരെ ലൈഫിൽ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ കഥയും കവിതയും എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, സംഗീത. നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ചെറുപ്പക്കാരനെ. നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. വളരെ മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ. ഈ വർഷത്തെ കലാഭവൻ മണിയുടെ അവാർഡ് വാങ്ങിച്ച ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരന്റെ പ്രത്യേകത, നിങ്ങൾ ഈ മലയാള മനോരമയിൽ വരുന്ന പല കവിതകളും കഥകളും ഈ ചെറുപ്പക്കാരൻ എഴുതി വരുന്നതാണ്. അത്രയും മിടുക്കനായ ചെറുപ്പക്കാരൻ. പക്ഷെ ജീവിതത്തിനകത്ത് കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും എല്ലാ ലഹരികളും ഉപയോഗിച്ച്, MDMA ഒക്കെ ഉപയോഗിച്ച് വീടിനകത്ത് പ്രശ്നമുണ്ടാക്കി, വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അപ്പനും അമ്മയും ഇവനെ തനിച്ചാക്കി വീട്ടിൽ ഒറ്റയ്ക്ക് ഈ ചെറുപ്പക്കാരൻ ഒരു വല്ലാത്ത നിലയിലേക്ക് മാറി. മക്കളെ, ഏറ്റവും അവസാനം ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ക്യാൻസർ പേഷ്യന്റ് കൊടുക്കുന്ന ഗുളികകൾ ഒരുപാട് കഴിച്ച് ലഹരിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് കടന്നു പോകും. ഒരു വല്ലാത്ത ജീവിതം. മക്കളെ, ഇത് തമാശന് ആരംഭിക്കുന്നതാണ്. ഇന്ന് എൻ്റെ കൂടെ കൂടിയിട്ട് 1 വർഷമായി. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഒരു ലഹരിയും അവന് ഉപയോഗിക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഒറ്റ കാര്യം, അവൻ്റെ ജീവിതം ഒരു ലഹരിയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ലഹരിയാക്കണം. നിങ്ങളുടെ സുന്ദരമായ ജീവിതം അത് കഞ്ചാവിന് നിങ്ങൾ അടിയറ വെക്കരുത്, കാശിഷിന് അടിയറ വെക്കരുത്, MDMAക്ക് അടിയറ വെക്കരുത്, ഒരു പ്രേമത്തിനും നിങ്ങൾ അടിയറ വെക്കരുത്. നിങ്ങൾക്ക് പ്രേമിക്കാം. പ്രേമിക്കുന്നത് തെറ്റാണോ? പോയത്. പ്രേമിക്കുന്നത് തെറ്റാണോ? മിണ്ടുന്നില്ല. തെറ്റാണ് അല്ല. ഒരു പൂവിനെ കണ്ടാൽ ഇഷ്ടം തോന്നുന്നത് തെറ്റാണോ? അല്ല. ഇഷ്ടമാണെന്നോ? അല്ലെന്ന്. ഇഷ്ടം തോന്നിയില്ലേ മക്കളെ? പ്രശ്നമാണ്. ഇഷ്ടം തോന്നാം.
എപ്പോഴും ഇത് തെറ്റാണെന്ന് അറിയണ്ടേ? റോഡിലൂടെ നടന്നു പോകുന്നു, ക്രോസ് ചെയ്തൊരു പെൺകുട്ടി വരുന്നു, അടിപൊളി പെൺകുട്ടി, നല്ല ഹൈ ഹീലിട്ട ചെരുപ്പൊക്കെ ഇട്ട്, വാനിറ്റി ബാഗൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അടിപൊളി ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയെ നോക്കുന്നു, ഒരു കുഴപ്പമില്ല, അവിടെ വരെ ഓക്കെയാണ്. അവൾ ക്രോസ് ചെയ്യുന്നു. നമുക്ക് തോണ്ടത് കോന്നിക്കാണ്, ആ പെൺകുട്ടി പോകുന്ന കോട്ടയത്തിനാണ്. കോന്നിക്ക് പോകുന്ന അറിയാതെ ഞാൻ കോട്ടയത്തിന് തിരിയുമ്പോഴാണ് പാപമാകുന്നത്. അതുവരെ കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് നോക്കാം, ഇഷ്ടപ്പെടാം, ഇൻസ്റ്റഗ്രാം ID ചോദിക്കാം, ഇതൊന്നും തെറ്റല്ല. പക്ഷേ അവളുടെ പുറകെ നിന്റെ ലക്ഷ്യം വിട്ട് അവളുടെയോ അവന്റെയോ പുറകിൽ പോകുമ്പോൾ അമ്മ കരയും. ദേവിയത് എൻ്റെ കുഞ്ഞുമക്കൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. മരിക്കുമെന്ന ചിന്തയുണ്ടാകും. ഒരു ചെറുപ്പക്കാരനെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, ഫെബിനെ നിങ്ങളൊന്ന് കണ്ടേക്കുക ദയവായിട്ട്. ഈ ചെറുപ്പക്കാരൻ ഏറ്റവും വലിയ ലഹരികളെല്ലാം ഉപയോഗിച്ച്, ലഹരി ഉപയോഗിക്കുന്ന അളവിൽ അവന്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, വീട്ടിലെ ആരും അവനെ വീട്ടിൽ കയറ്റുകയില്ല, ഒരു ഭ്രാന്ത് പോലെയായി. എന്തൊക്കെയാ കഴിച്ചിട്ടുള്ളത്? ഒരുവിധപ്പെട്ട, എനിക്ക് ലഹരി അറിയില്ല കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാ ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? എല്ലാ ലഹരിയും. മനം നൊന്ത് അമ്മ മരിച്ചാ കേട്ടോ, മനം നൊന്ത് അപ്പൻ മരിച്ചാ കേട്ടോ, മനം നൊന്ത് സഹോദരങ്ങൾ വീട്ടിൽ കെട്ടില്ല. ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ ഈ ലഹരിയെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും ഒരു പക്ഷെ ഇഷ്ടപ്പെടില്ല കേട്ടോ. സ്നേഹിതരെ, രണ്ട് കൈയും കൂപ്പി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. നിങ്ങളുടെ ജീവിതം ലഹരിയാക്കി മാറ്റണം. ഈ ഫെബിൻ എന്ന ചെറുപ്പക്കാരൻ ഇന്ന് 8 മാസമായിട്ട് അവിടുത്തെ ജനമൈത്രി പോലീസ് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു ഫെബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലത്തെ അവസ്ഥയിലാണ്, ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഞാൻ ഉറപ്പായും ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് 8 മാസമായി ഒരു ലഹരിയുമില്ലാതെ ജീവിതത്തിൽ പഠനത്തിലേക്ക് മുന്നോട്ട് പോയി ഏറ്റവും നന്നായി ഞങ്ങളുടെ കൂടെ. ഞാൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ ചെന്ന് പറഞ്ഞു, ഇന്ന് അധ്യക്ഷൻ ഒരു ലഹരി ഉപയോഗിക്കാത്ത ആളാ. ആ വാർത്ത 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ 10 മിനിറ്റ് പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ പുള്ളിക്കാരൻ മാറിയിരിക്കുന്ന പടം എല്ലാ പത്രത്തിലും ഒന്ന് പറഞ്ഞു പോയല്ലോ എന്നായിപ്പോയി. എന്റെ ചിന്ത ഇതിന് ഉപയോഗിക്കാത്ത ആളാണ് എന്ന ചിന്ത. ഞാൻ ഈ ആവേശത്തോട് പറയുന്നത്, ഇന്ന് വരെ മക്കളെ ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അമ്മയും അപ്പനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങളുടെ സഭയിലെ കത്രദാസന്മാരും ഞങ്ങളുടെ ഒത്തിരി ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അനാഥരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം. മക്കളെ, നിങ്ങൾ പഠിച്ച് മിടുക്കരായി നമ്മുടെ ഈ നാട്ടിൽ സാധിക്കളായ ആളുകളെ കൈയേൽക്കാൻ വേണ്ടി ഒരു ദൗത്യം നിങ്ങൾക്ക് തരികയാണ്. ആ ദൗത്യം നിങ്ങൾക്ക് തരുന്നു. 2 കാര്യം ഉപദേശമായി പറയുന്നു. 1, മാതാപിതാക്കളെ ബഹുമാനിക്കണം. എത്ര പേർക്ക് അപ്പനോടും അമ്മയോടും സ്നേഹമുണ്ട്? അമ്മയോട് സ്നേഹമുള്ള മക്കളൊന്ന് കൈപൊക്കി കാണിച്ച്. ഇല്ലാത്തവരും ഉണ്ടല്ലേ? ശരി, താത്തിട്ടോ. അപ്പനോട് സ്നേഹമുള്ളവരൊന്ന് കൈ കാണിച്ച്. അപ്പനോട് കലിപ്പിലാണ് അല്ലേ? കൈ താത്തിട്ടോ. ഈ അപ്പനോട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചപ്പോ പെൺപിള്ളേരുടെ കൈ പൊക്കിയാണോ? അത് സത്യ. അമ്മയിന് എന്നാ ചെയ്താലും പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അപ്പന്മാരോടാണ്. പിന്നെ അധ്യാപകരുടെ കാര്യം, അധ്യാപകരെ കണ്ണടച്ച് വിശ്വസിക്കണ്ട കേട്ടോ. പീഡനക്കേസിൽ അധ്യാപകർ, കൊച്ചുപറമ്പിൽ ഒന്നും തോന്നല്ലേ, കൊച്ചുപറമ്പിൽ എന്നെ തുറച്ചു നോക്കുക കേട്ടോ. ഞങ്ങൾ ഒത്തിരി സ്നേഹിതരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പല ആവർത്തികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു മികച്ച അധ്യാപകനും മികച്ച വാഗ്മിയും ഒരു നല്ല ഭരണാധികാരിയും ഒക്കെയാണ്. അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി സ്നേഹമാണ്. ഇരിക്കുന്ന പല ആളുകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആജു, പ്രിയപ്പെട്ട, ഞാൻ ഈ നിതിനെ കാണുന്നത് ഇന്നൊന്നും അല്ല കേട്ടോ. നിതിൻ രാഷ്ട്രീയമൊക്കെ മറന്നു വെച്ച് എൻ്റെ കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം രാഷ്ട്രീയമൊന്നുമല്ല, അവന്റെ വ്യക്തിപരമായ സ്നേഹം, വ്യക്തിപരമായ കരുതൽ, അതെല്ലാം ഒരു കരുതൽ. ഇതിനെ ഞാൻ അതിന് മനസ്സോടെ. അതുപോലെ ഇവിടെ പ്രിയപ്പെട്ട റോബിൻ ചാൻ നമ്മുടെ 15 വർഷമായിട്ട് ഏത് പ്രോഗ്രാമിലും ഞാൻ വിളിക്കുന്ന ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ പങ്കെടുക്കുന്ന, ഒരു കാര്യത്തിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ തുല്യം ഞാൻ സ്നേഹിക്കുന്നയാളാണ്. ഇവിടെ പരിചയമുള്ള എല്ലാ ആളുകളും നിങ്ങളെ ഓർക്കുക. എൻ്റെ മക്കളെ, എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് നിങ്ങളെയാണ്. ഒരു കാര്യം കൂടെ,
നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി വിടണം. എത്ര പ്രശ്നമാണെങ്കിലും മുഖത്തൊന്ന് ചിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഫോൺ തപ്പി എഴുന്നേക്കരുത്. രാവിലെ പിള്ളേർ എഴുന്നേക്കുന്നത് ഫോൺ എവിടാന്ന് ചോദിച്ചിട്ടാ. ഫോൺ വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് നിങ്ങൾ ഏത് ദൈവത്തെ വിളിക്കുന്നു ആ ദൈവത്തെ ഒന്ന് വിളിച്ച് നിങ്ങൾ ഇന്ന് രാവിലത്തെ എൻ്റെ ജീവിതം ആ ദൈവത്തിന്റെ കയ്യിൽ തരിക എന്നൊന്ന് പറഞ്ഞ് ജീവിതം ആരംഭിക്കുക. മക്കളെ, നിങ്ങളുടെ ജീവിതം സുശക്തമായിട്ട് മാറും. പഠിക്കുന്നതിന്റെ ഉന്നതയിൽ മാത്രമല്ല, ദൈവത്തിന്റെ ഗുരുത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പടവിലും നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളെ ഊതിക്കെടുത്താൻ വരുന്ന അന്ധകാര ശക്തികളെ മുഴുവൻ അടിച്ചു തകർക്കാൻ നിങ്ങളകത്ത് ദൈവമെന്ന ഒരു ശക്തിയുണ്ട്. അത് വാനോളം ഉയർത്താൻ വേണ്ടിയാണ് പ്രാർത്ഥനയെന്ന ശക്തിയെന്ന് നിങ്ങളെ ആവോളം ഓർപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമക്കൾ, പ്രാർത്ഥിക്കാൻ മറക്കരുത്. മാതാപിതാക്കളെ സ്നേഹിക്കാൻ മറക്കരുത്. ഒരു ലഹരിയും ഉപയോഗിക്കരുത്. ഓക്കെ, ഈ ലഹരി ഒന്ന് ഉപയോഗിച്ചു നോക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം ഇതിനകത്ത് ചെറിയ കുട്ടികൾ, നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം. മക്കളെ, അറിഞ്ഞോ അറിയാതെ ലഹരി ഒന്ന് ഉപയോഗിക്കണം തോന്നിയിട്ടില്ലേ? എടാ, തോന്നിയിട്ടില്ലേ? മിണ്ടുന്നില്ല. ഇന്ന് പിള്ളേരെല്ലാം ഫ്രീക്കൻ പിള്ളേരാ അല്ലേ? എന്താണ് ഈ ഫ്രീക്കൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാം? ഫ്രീക്കൻ വട്ടൻ എന്നാണ്. ശരിക്കും സത്യമല്ലേ? ഒരു 65 പോക്കറ്റ്, 4 വള്ളി. എടാ, എന്തിനാണ് 2 പോക്കറ്റ് പോരെ? എന്തിനായി 65 പോക്കറ്റ്? കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുക്കനെ കണ്ടു, ഇതുപോലെ തൊടല് പോലെ മാലയിട്ടേക്കുക. ഞാൻ ചോദിച്ചു, മോനെ ഇതെല്ലാണോടാ രാത്രി പൂട്ടിയിടുന്നത്? അവൻ അപ്പനോട് കലിപ്പാകട്ടോ. അവൻ എന്നോട് പറഞ്ഞു, അങ്കിളെ, എനിക്ക് അപ്പനെ ഇഷ്ടമല്ല. അപ്പന്മാരോട് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. അപ്പന്മാര് വീട്ടിൽ 4ാം കാലേ ചെല്ലല്ല. നിങ്ങൾ എന്ത് കാണിക്കുന്നോ അതിന്റെ ഔട്ട്കമാണ് നിങ്ങളുടെ മക്കൾ. എന്ന് വെച്ചാൽ വാട്ടർ ടാങ്കിൽ നല്ല വെള്ളമാണെങ്കിൽ നിങ്ങൾ ഏത് ടാപ്പ് തുറന്നാലും നല്ല വെള്ളമായിരിക്കും. നിങ്ങൾ വീണ്ടുന്നില്ല, സത്യമല്ലേ? നിങ്ങളുടെ വീടിന്റെ മുകളിലിരിക്കുന്ന ടാങ്കിൽ വെള്ളം സൂപ്പർ ആണെങ്കിൽ ഏത് ടാപ്പ് തുറന്നാലും അതിനകത്തൂടെ വരുന്ന വെള്ളം സൂപ്പറായിരിക്കും. മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഇതിനകത്തൊരു ഭാഗമുണ്ട്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ മക്കളോട് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ലഹരി ഉപയോഗിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. എന്തു പ്രശ്നമുണ്ടെങ്കിലും ദൈവം എന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. മക്കളെ, അമ്മയില്ലെങ്കിലും അപ്പനില്ലെങ്കിലും അധ്യാപകരില്ലെങ്കിലും ഞങ്ങൾ ആരുമില്ലെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. മക്കളെ, അത് ദൈവമാണ്. നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ ആ ദൈവത്തിന് സാധ്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ദൈവം